ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോകണമെന്ന്. അപ്പോൾ അതാ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്ന അവിടെ നിന്നാകുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഒരുവിധം വാങ്ങിക്കേണ്ടത് വാങ്ങിക്കാം. പച്ചക്കറി ഞങ്ങൾ സാധാരണ അവിടെ നിന്ന് വാങ്ങിക്കാറില്ല. കുറച്ചും കൂടി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ പുറത്തുനിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങിക്കാറ്. അപ്പോൾ മറ്റ് ഐറ്റംസ് എല്ലാം നമുക്ക് ഗ്രോസറി ഐറ്റംസും അല്ലെങ്കിൽ വേറെ കിച്ചണിലേക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പോകുന്നത് അവിടെ തന്നെ മുകളിലത്തെ ഫ്ലോറിൽ മാർക്കറ്റ് 99 എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാനാണെങ്കിൽ ഇന്നുവരെ പോയിട്ടില്ല ആ ഷോപ്പിലേക്ക്. അപ്പോൾ അവിടെ പോയി ഒന്ന് നമുക്ക് നോക്കാം കാണാമെന്നും പറഞ്ഞ് അങ്ങനെ ചേട്ടൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം കേട്ടോ. അഞ്ചും ചേട്ടനും കൂടെ ഒരു ദിവസം വന്ന് അവർ കടയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ആ കട നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കൊക്കെ പറ്റിയ ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും കാണാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ആ ഷോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു അടിപൊളി ഷോപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് എന്തായിട്ട് എടുക്കേണ്ട ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. ആ രീതിയിൽ ഞാനാണെങ്കിൽ ഈ ഷോപ്പിലേക്ക് ഫസ്റ്റ് ടൈം വരുന്നതാ. അപ്പോൾ അതാ ചെറിയ ബൗൾസ്, മീഡിയം ടൈപ്പ് അങ്ങനത്തെ ബൗൾസ്, വലിയ ബൗൾസ് ഒക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് കൂടുതലും ഇങ്ങനെ കിച്ചണിലേക്കുള്ള പ്രൊഡക്ട്സാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിത് അങ്ങനെ ഓരോന്നോരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്തേക്കൊക്കെ വയ്ക്കാൻ പച്ചക്കറികളൊക്കെ വയ്ക്കാനും അങ്ങനത്തെയൊക്കെ പറ്റിയ ആ ടൈപ്പ് ബൗൾസൊക്കെ ഉണ്ട്. ബാസ്ക്കറ്റ്, ബൗൾസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യണമെങ്കിൽ കിച്ചണിൽ ആ രീതിയിലത്തെ ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ടൊക്കെ എടുത്ത് നോക്കണം. അപ്പോൾ ചേട്ടനെ സഹായിച്ചിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയെന്നുള്ളതൊക്കെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ എല്ലാം അൺബോക്സ് ചെയ്തൊക്കെ കാണിക്കാം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉള്ള നല്ലൊരു അടിപൊളി ഷോപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനപ്പോൾ ചേട്ടനോട് പറഞ്ഞു എന്നെ എന്തെങ്കിലും മുൻപ് കൊണ്ടുവരാൻ, ഞാൻ ഇത്രയും നല്ല ഐറ്റംസ് ഈ കടയിലുണ്ടല്ലോ എന്ന്. അത് നമുക്ക് താങ്ങാവുന്ന ഒരു റേറ്റിലൊക്കെ ഉള്ളതും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓടി നടന്ന് ഓരോരോ വേണ്ട ഐറ്റംസുകളൊക്കെ എടുത്ത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ ബിൽ പേയ്മെൻറ്റിന് വന്ന്. അപ്പോൾ ബിൽ പേയ്മെൻറ്റിന് എത്തിയപ്പോഴാണ് അവർ നമ്മളോട് അവിടെ ഓഫർ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓഫറിലുള്ള ഒരു ഐറ്റം അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ഒരു പാൻ. അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ബിൽ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് താഴത്തെ ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ നിന്നാണ് നമുക്ക് ഗ്രോസറി ഐറ്റംസും മസാല ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം കേട്ടോ. താഴത്തെ ഫ്ലോറിലുള്ള ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് കിടക്കണം. നമ്മളിപ്പോൾ കിച്ചണിലേക്ക് വേണ്ട വിനീഗർ, സോസ്, അതുപോലെ മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ പരിപ്പ്, പയർ, കടല അങ്ങനെയൊക്കെയുള്ള ഗ്രോസറി ഐറ്റംസ് അതെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കിങ്ങനെ സൺഡേയിൽ വന്ന് ഷോപ്പിംഗ് ചെയ്യാൻ ടൈമുള്ളൂ, മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് അത്രയ്ക്കും ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 വീക്കിനുള്ളത് നമ്മൾ സൺഡേയിൽ വാങ്ങിച്ചു വെച്ചാൽ പിന്നത്തെ ആഴ്ച വന്ന് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ നിന്ന് വാങ്ങി ഞങ്ങളിത് അതിന് വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ട്, അത് പോകുന്ന വഴിക്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങളങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ വേഗത്തിൽ തന്നെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് അടുപ്പത്ത് വെച്ചേക്കാം. ഇവിടെ നമ്മുടെ പരിപ്പൊന്ന് താളിച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ട് പാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഒന്ന് മറിച്ചെടുത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഫ്ലെയിം ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം നല്ല ക്രിസ്പിയായി.
എൻ്റെ എയർ ഫ്രയറിൽ വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാമായിരുന്നു, പക്ഷേ ഇപ്പോൾ കറണ്ടില്ല. ഇൻവെർട്ടറിനാണ് ഇപ്പോൾ ട്യൂബെല്ലാം കത്തുന്നത് തന്നെ. ഇവിടെ പരിപ്പൊക്കെ നല്ല പോലെ തന്നെ കുക്കായിരിപ്പുണ്ട്. ഇനി നമുക്ക് പരിപ്പ് തളിക്കാനുള്ള ഐറ്റംസ് അവിടെ റെഡി ആക്കിയിരിക്കുന്നത്. ചെറിയുള്ളി ഇത്തിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത്തിരി കറിവേപ്പില, പിന്നെ ഇത്തിരി വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 വറ്റൽമുളക്. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെ ഇട്ടണം. കടുക് നമുക്ക് ആദ്യം പൊട്ടിക്കാം, എന്നിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് തളിച്ചെടുക്കാം. നമുക്ക് ജീരകം ആദ്യമായിട്ട് പൊട്ടിക്കാം. ഞാൻ ജീരകം ഇടുന്നത് പരിപ്പിനകത്ത്. കടുക് വേണമെങ്കിൽ ഇടാം, ഇത്തിരി കടുക്, പക്ഷെ കൂടുതൽ ജീരകം ഇട്ടാണ് പൊട്ടിക്കുന്നത്. ജീരകം നമ്മൾ പരിപ്പിൽ ചേർക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ട്രബിൾസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ജീരകം ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി ജീരകം കൂടി ഇട്ടുണ്ട്. പിന്നെ 5 പ്ലേറ്റ്സ് എല്ലാം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെ എല്ലാം കഴുകി കമ്പി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് കടന്നപ്പോൾ വലിയ ജോലി തോന്നിയില്ല. ആ ജോലിയൊക്കെ എളുപ്പം ചെയ്ത് കിട്ടി. ഇതിനകത്തേക്ക് നമ്മളൊരു ശകലം നെയ്യും കൂടെ ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ താളിച്ചൊഴിക്കുന്നതിലേക്ക് ഞാനിപ്പോൾ കൂടെ ചേർത്തിരിക്കുന്നത് ഓയിലാണ്. നമുക്ക് ഇത്തിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കട്ടയായിട്ടിരിക്കുന്ന ഇതിപ്പോൾ അലുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ശകലം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തേക്കുന്നത്, എന്നാലും ഇറക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ശകലം മുളക് പൊടി കൂടെ ഇട്ടിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ടേസ്റ്റിനായിട്ട്. പിന്നെ ഫ്ലെയിമൊക്കെ ഓഫാക്കി കറിയിലേക്ക് എടുത്ത് വയ്ക്കാം. അതായത് നമ്മുടെ ദാൽ കറി, ഞങ്ങളുടെ UP സ്റ്റൈലിൽ പറഞ്ഞ ഞങ്ങളുടെ ചാവൽ ദാൽ ഇവിടെ റെഡിയായി. പിന്നെ ചോറൊക്കെ ഓൾറെഡി കുക്കായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അഞ്ചു നോക്കി പരിപ്പിൻ്റെ ആയാലും ചോറിൻ്റെയൊക്കെ ആയാലും ബസ്സിൽ വരുമ്പോഴൊക്കെ നിർത്തുന്ന ഡ്യൂട്ടിയൊക്കെ അഞ്ചുവിന് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഡ്യൂട്ടിയൊക്കെ അഞ്ചു ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കറി ഇവിടെ സെറ്റായി. ചോറിതാ ഇവിടെ കുക്കായിരിക്കുന്നുണ്ട്. നമ്മുടെ നല്ല അടിപൊളി ചോറ് റെഡി. ഇനി നമുക്ക് ആ ഫിഷ് ഫ്രൈയും കൂടി ഒന്നുകൂടെ എടുക്കാം. പിന്നെ പിക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ വേറെയും ഒരു 2-3 എണ്ണം കൂടെ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് കോഴി മാറ്റിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുകയും ചെയ്യാൻ സമയത്ത് അടുത്ത ട്രിപ്പ് ഇടാം. അതായത് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കിളിമീൻ ഇത് ഇവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ അൺബോക്സ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കാണിക്കാം. ചേട്ടൻ ഓൾറെഡി ചോറ് എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ 5 മാത്രമേ ഉള്ളൂ ചോറ് എടുക്കാനായിട്ട്. ചേട്ടൻ സഹിക്കാതെ ചേട്ടൻ ചോറ് എടുത്ത് കഴിഞ്ഞു. ഇത് നല്ല മാംഗോ പിക്കിളാണ് കേട്ടോ, നമ്മുടെ UP പിക്കിളാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിയ ഐറ്റംസൊക്കെ കാണിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഐറ്റംസ് ഉള്ളൂ, ഉള്ളതേ കാണിച്ചു തരാം. ഇത് നമ്മൾ 99 മാർക്കറ്റ് 99 വാങ്ങിയതാട്ടോ. അത് നല്ല ഷോപ്പായിരിക്കും. ഇതൊന്ന് ഇതുപോലെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഷോപ്പാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഹാങ്ങിങ് ലൈറ്റാണ്. നല്ല രസമല്ലേ, നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ വൈകുന്നേരമൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമൊക്കെയുള്ള സമയത്തൊക്കെ നമുക്കിതിങ്ങനെ ഇടാമല്ലോ. ഇതിനകത്ത് നമുക്ക് മാല ബൾബ് ഉള്ളിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ലാമ്പ് ഉള്ളിൽ ചെറുതായിട്ട് വെച്ച് തിരി കത്തിച്ച് വെച്ചോ, മെഴുക് തിരിയൊക്കെ ഉണ്ടല്ലോ ചെറുത്, അങ്ങനത്തെയൊക്കെ കത്തിച്ച് വെച്ചാൽ രാത്രിയിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 199. മാർക്കറ്റ് 99 കൂടുതൽ ഐറ്റംസ് ഇങ്ങനെ 99 കൂട്ടിയുള്ളതാണ്. 199, 299, 399 അങ്ങനെയൊക്കെയാണ് കൂടുതലും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 199. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ഒരൈറ്റം. പിന്നെ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരെണ്ണം കണ്ടു. അപ്പോൾ ഇത് ചേട്ടന് ഭയങ്കര ഇഷ്ടമായി. ഇത് എനിക്ക് കൂടുതൽ ഇഷ്ടമായ ഐറ്റം കേട്ടോ.
ഇത് ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഇതും കൂടി എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇതും വാങ്ങി. ഇതിൻ്റെ റേറ്റ് 199 തന്നെ. ഇത് ഇവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ എത്രത്തോളം വരുന്ന എനിക്കറിയില്ല. അതാ നല്ല രസമല്ലേ ഇത്, അടിപൊളിയല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഐറ്റം. ഇത് ഞാൻ കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിച്ച ഒരു ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്ത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ വെക്കാമല്ലോ. അതിനൊക്കെ പറ്റിയ നല്ലൊരു എന്താ പറയുക ട്രേ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇതിൻ്റെ റേറ്റ് ഇത്തിരി കൂടുതലാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 359. അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിന്. പക്ഷേ ഇത്തിരി റേറ്റ് കൂടുതലാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ആട്ടോ ഇതിൻ്റെ, നല്ല ക്വാളിറ്റി. എനിക്ക് നല്ല ഇഷ്ടമായി ഇത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലൈറ്റൊക്കെ എടുത്ത് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഫ്ലവർ വേസും ഇവിടെ ഇരിക്കട്ടെ. ഇതിനകത്തേക്കുള്ള ലൈറ്റ് ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടില്ല. സെറ്റാക്കി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തൊക്കെ ഇട്ട് റെഡിയാക്കാം. നമ്മുടെ അടുത്ത ഐറ്റം സിമ്പിളായിട്ടുള്ള ഐറ്റംസ് കേട്ടോ. ഇത് ഞാൻ 3 പീസായിട്ടുള്ള സ്പോഞ്ച് വാങ്ങിച്ചത് കിച്ചണിലേക്ക് വേണ്ടിയുള്ള. എനിക്ക് സ്പോഞ്ച് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിച്ച സ്പോഞ്ചാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 109, 3 സ്പോഞ്ച്. പിന്നെ വാങ്ങിയൊരു ഐറ്റം എന്ന് പറയുന്നത് പാനാണ്. നമ്മുടെ ദോശയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൻ. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് എന്തോ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് 600 and something ആണ് ആയത്. എക്സാക്ട്ലി എനിക്കറിയില്ല. ഇതിൻ്റെ റേറ്റ് ഇതുമ്പോൾ കിടക്കുന്നത് 999 ആണ്. പക്ഷെ നമുക്ക് അത്രയും കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞങ്ങൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ഇതുമ്പോൾ ഓഫർ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പാനുകൾ അവർ കാണിച്ചു. നെർലോണിൻ്റെയാണ് കമ്പനി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഇത് വാങ്ങണമെന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ചേട്ടനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തവ വാങ്ങിക്കണം പറഞ്ഞത്. ഇവിടെ എൻ്റെ കയ്യിലുള്ളതിൻ്റെ ഇങ്ങനെ കോട്ടിങ്ങൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇതാണ് ഐറ്റം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇതിൻ്റെ കൂടെ ഇതിൻ്റെ സ്പാച്ചുലയുണ്ട്, അതുപോലെ തന്നെ ബ്രഷും വാറണ്ടി കാർഡും ഒക്കെ ഉണ്ട്. അപ്പോൾ 2 വർഷത്തെ വാറണ്ടി ഇതിന്മേ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഐറ്റം. ഇത് ഇവിടെ നമുക്ക് ഇവിടെ ഫ്രണ്ട് റൂമിലേക്ക് ലിവിങ് റൂമിലേക്ക് ഇടാനായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക മാറ്റ് വാങ്ങിയിരിക്കുന്നതാണ്. ലോങ് മാറ്റ്. നമുക്ക് ഇനിയിപ്പോൾ വിൻ്റർ സീസണാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ സോഫയമൊക്കെ ഇരുന്നിട്ട് കാല് താഴേക്കൊക്കെ വയ്ക്കുമ്പോൾ നല്ലപോലെ തണുക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു മാറ്റ് ഉണ്ടെങ്കിൽ ഒരു കാലിനൊക്കെ ഒരു സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റ് വാങ്ങി. എനിക്കും ഇങ്ങനത്തെ കിച്ചണിലേക്കും വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ കിച്ചണിലേക്കുള്ളത് ഇന്ന് വാങ്ങിയില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും ആവട്ടെ എന്ന് വെച്ചു. എന്നിട്ട് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് വിൻഡോസിനൊക്കെ പ്ലാന്റൊക്കെ വെച്ചിട്ട് ഹാങ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം എൻ്റെ കുറേ പ്ലാന്റ്സുകൾ ഇവിടെ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇതിനകത്ത് വയ്ക്കാമെന്ന്. നമ്മുടെ ഇങ്ങനത്തെ ഞാനിവിടെ വാങ്ങിയ കുറച്ച് പ്ലാന്റുകൾ ഇതേപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കണമെങ്കിൽ നമുക്ക് വിൻഡോയിമേ ഹാങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. ഇത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിയത്. നമുക്ക് ഹാങ് ചെയ്തിടാം. അങ്ങനെ ഒരൈറ്റം. പിന്നെ വാങ്ങിച്ചതാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കിച്ചൺ യൂസിനോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റെന്തെങ്കിലും യൂസിന് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതൊരെണ്ണം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 55 rupees ഉള്ളി. ഇതിന് 55 രൂപ. പിന്നെ ഇവിടെ ഞാൻ 2 ചെറിയ ബാസ്ക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 സൈഡിലും ഹോൾസ് നമുക്ക് പിടിക്കാനുള്ള ഹോൾസൊക്കെ ആയിട്ട് ഇതൊരെണ്ണം. പിന്നെ ഇതേപോലെ ഇതൊരെണ്ണം. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് 97 രൂപ. ഇതിന് 199. നല്ല ക്വാളിറ്റി കേട്ടോ. അങ്ങനെ ഇനി റേറ്റ് കുറവെന്ന് വിചാരിച്ച് ക്വാളിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ക്വാളിറ്റി. എനിക്ക് നല്ല ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ മിക്കവാറും സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ താഴത്തെ ഫ്ലോറിലാണ് കൂടുതൽ പോയി കിച്ചൺ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വരാറ്. ഇതൊരു അഞ്ചും പപ്പയും കൂടെ പോയായിരുന്നു. അപ്പോൾ അവരന്ന് കണ്ടു വന്നിട്ട് പറഞ്ഞു അവിടെ നല്ല ഐറ്റംസ് ഉണ്ട്, മമ്മി പോയി കഴിഞ്ഞാൽ മമ്മിക്ക് ഇഷ്ടമാതിരി ഐറ്റംസ് അവിടെ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോയതാണ്. അവിടെ മുകളിൽ ജസ്റ്റ് കടയിൽ കയറിയതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നല്ല ഇഷ്ടമായി കട. പിന്നെ വാങ്ങിയതാണ് ഇതിങ്ങനെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ബൗള്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് വയ്ക്കാനും എന്തെങ്കിലുമൊക്കെ കിച്ചൺ പർപ്പസിന് ഉപയോഗിക്കാമല്ലോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 179.
ഇത് താഴെ വീണ പൊട്ടും, പക്ഷെ നല്ല ഒരു അടിപൊളി ഐറ്റം തോന്നി. പിന്നെ വാങ്ങിയത് ഇത് കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി. ഇത് സ്പോഞ്ച് തന്നെയാണ്, മൾട്ടിപർപ്പസ് നോൺ സ്ക്രാച്ച്. ഇത് നമുക്ക് കിച്ചണിൽ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്യാനും ഹാർഡായിട്ടുള്ള കുക്കർ കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ ഇതാ സ്പോഞ്ച്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ വശം വെച്ച് വാഷ് ചെയ്യാം, അല്ലാതെ ഹാർഡ് ആയിട്ട് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമുക്ക് ഇത് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ അതിനകത്ത് വെച്ചിരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 169. നമുക്ക് ഹാങ് ചെയ്തിടുകയും ചെയ്യാം, എന്നിട്ട് വെള്ളമൊക്കെ പോകാനായിട്ട് ഹാങ് ചെയ്തിടാൻ ചെറിയ ഹാൻഡിൽ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, പറഞ്ഞാൽ ഇതൊരെണ്ണം വാങ്ങി. അത്രേ വാങ്ങിയുള്ളൂ. പിന്നെ അഞ്ചിന് ലൂഡോ വാങ്ങിച്ചു. ലൂഡോ 5 വന്നതേ തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോയി, ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. പിന്നെ ഇത് രണ്ടും ഞാൻ വേഫേഴ്സ് അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് വാങ്ങിയത്. ഞങ്ങൾക്ക് ഇഷ്ടം പൈനാപ്പിളിൻ്റെ, അപ്പോൾ പൈനാപ്പിളിൻ്റെ ഓറഞ്ചിൻ്റെ ഓരോന്ന് വാങ്ങിയതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ബിഗ് ഷോപ്പർ കാര്യം അപ്പോൾ അവർ ഇത്ര ഐറ്റംസൊക്കെ ഇട്ട് തന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചവരെയുള്ള ഷോപ്പിംഗ് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ കിച്ചൺ ഐറ്റംസൊക്കെ വാങ്ങിച്ചത്, അത് നമ്മുടെ എന്താ പറയുക ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളെല്ലാം. പിന്നെ ഉപ്പുമുളക്, പഞ്ചസാര, ചായപ്പൊടി, കാപ്പിപ്പൊടി, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 4 in 1 ആണ്, 4 in 1 പാക്കറ്റ്. അപ്പോൾ ഇത് 4ഉം കൂടെ നമുക്കായത് എല്ലാം കൂടെ 235. ഈ 4 ഐറ്റം കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടി. അപ്പോൾ നമുക്ക് ഗ്ലാസ് കാര്യങ്ങളെല്ലാം വൈപ്പ് ചെയ്യാനുള്ളതും പിന്നെ കിച്ചണിലേക്കുള്ള ഡിഷ് വാഷ് ലിക്വിഡ്, അതുപോലെ ഇത് മോപ്പ് ലിക്വിഡ്, നമുക്ക് തറയൊക്കെ തുടയ്ക്കാനുള്ളത്, പിന്നെ ഇവിടെ നമ്മുടെ ഹാർപ്പിക് ടൈപ്പ് ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ 4ഉം കൂടെ ഇങ്ങനെ ഇത്രയും കുറവ് റേറ്റിന് കണ്ടപ്പോൾ ഇതെടുത്തു. പിന്നെ ബാക്കിയെല്ലാം കിച്ചൺ ഐറ്റംസ് മാത്രമാണ്, മസാല ഐറ്റംസ് എല്ലാം. അത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ, ഷോപ്പിംഗ് വിശേഷങ്ങൾ, കിച്ചൺ വിശേഷങ്ങൾ, കുക്കിംഗ് വിശേഷങ്ങളെല്ലാം ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, അപ്പോഴാണ് എനിക്കും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസും ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുത്താൻ പറ്റുള്ളൂ. എൻ്റെ തിരക്ക് പിടിച്ച ജോലിയുടെ ഇടയിലാണ് ഇതെൻ്റെ ഒരു ഹോബി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻസിലെല്ലാം അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.